ഹലോ ഫ്രണ്ട്സ്, ഗുഡ് മോർണിംഗ്. നമ്മുടെ കേരള TV സീരിയലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ രാത്രിക്ക് രാത്രി നന്ദോട്ടനെ വിളിച്ച് വിവരം പറയാനായിട്ട് ഗൗരി ഫോൺ എടുത്ത് വിളിക്കുവാണ്. അപ്പോൾ ഗൗരി ഫോൺ എടുത്ത് വിളിച്ചപ്പോൾ ലക്ഷ്മിയും നന്ദു ഉണ്ടായിരുന്നു. നന്ദുവിന് ഫോണും കൊടുത്തു ലക്ഷ്മി. അങ്ങനെ അവർ സംസാരിക്കുക. അപ്പോൾ പപ്പ ഇവിടെ ഉണ്ടെന്നുള്ള കാര്യം ഗൗരിക്കുട്ടി പറയാം. പപ്പ എവിടെയുണ്ടോ, പപ്പ എപ്പോഴും അങ്ങോട്ട് വന്നതെന്നൊക്കെ ചോദിച്ചു. നീ എന്താ ഗൗരി ഈ സമയത്ത് വിളിച്ചേ എന്ന് ചോദിക്കുമ്പോൾ അതെ, പപ്പ ഇനി മുതൽ എൻ്റെ പപ്പയാണെന്ന് പറഞ്ഞു. അപ്പോഴത്തേക്ക് ലക്ഷ്മിയുടെ ചങ്ക അവിടെ ഇരുന്ന് ഇടിക്കാൻ തുടങ്ങി. ദൈവമേ, കൊച്ചിനോട് സത്യങ്ങളൊക്കെ പറഞ്ഞോ എന്നുള്ളൊരിത്. അപ്പോൾ അത് കഴിഞ്ഞപ്പോൾ ഗൗരി പറഞ്ഞു, നീ എന്തേ പറയുന്നേ, നിൻ്റെ പപ്പയാണെന്നോ, നീ എന്തേ പറയുന്നതെന്ന് നന്ദോട്ടൻ ചോദിക്കുമ്പം ദേടാ മണ്ടാ, നിന്റെ പപ്പയുണ്ടല്ലോ, എന്നെ ദത്തെടുക്കാമെന്ന് സമ്മതിച്ചു, അത് പറയാനാ ഇങ്ങോട്ട് വന്നത്. എനിക്കിതേ പപ്പ സത്യം ചെയ്ത് തന്നു എന്ന് പറഞ്ഞു. അത് കേട്ട് കഴിഞ്ഞപ്പോൾ സത്യമാണോ ഗൗരി നീ പറയുന്നതെന്ന് ചോദിച്ചപ്പോൾ സത്യമാ, ഇനി മുതലേ ഞാനും നീയും നമ്മുടെ പപ്പയുടെ മക്കളാ, നീ എനിക്ക് ബ്രദറും. നീ സന്തോഷമായില്ലേ, നമ്മൾ സന്തോഷമായിട്ട് നമ്മുടെ പപ്പയുടെ കൂടെ ജീവിക്കുമെന്നൊക്കെ പറഞ്ഞ് ഗൗരി ഇങ്ങനെ ഇരുന്ന് പറഞ്ഞു. അപ്പോൾ ഇതെല്ലാം നമ്മുടെ ലക്ഷ്മി അടുത്തിരുന്ന് കേൾക്കുന്നുണ്ട്, നന്ദോട്ടൻ്റെ അടുത്തിരുന്ന്. അപ്പോൾ അതൊക്കെ കേട്ടപ്പോൾ ലക്ഷ്മിക്ക് ഭയങ്കര വികാര നിർഭയമായ നിമിഷങ്ങളിലൂടെ കടന്നു പോകുന്നത് പോലെയൊക്കെ ഇരുന്ന് ഇങ്ങനെ കാണിക്കും. ആ സമയത്ത് എനിക്ക് ഒരുപാട് സന്തോഷമായി ഗൗരി, ഇനി നീ എനിക്ക് സിസ്റ്ററായിട്ടുണ്ടല്ലോ, ഇനിയിപ്പോൾ എനിക്ക് എന്ത് വന്നാലും എനിക്ക് സപ്പോർട്ടായിട്ട് നീ ഉണ്ടല്ലോ, നീ ഇങ്ങോട്ട് താമസം മാറുമോ എന്നൊക്കെ നന്ദോട്ടൻ ചോദിക്കുമ്പോൾ താമസമൊന്നും ഞാൻ മാറില്ല, പക്ഷേ ഞാൻ ഇടയ്ക്കൊക്കെ വരും, എൻ്റെ അമ്മയെ ഇട്ടിട്ട് എനിക്ക് അങ്ങനെ വരാൻ പറ്റില്ലല്ലോ, ഞാൻ ഇടയ്ക്കൊക്കെ നിന്നെ കാണാനായിട്ട് വരും, നീ എന്നെ കാണാൻ പപ്പയുടെ കൂടെ ഇങ്ങോട്ട് വരണം കേട്ടോ എന്നൊക്കെ പറഞ്ഞ് ഗൗരിക്കുട്ടി ഇങ്ങനെ പറയാം. അപ്പോൾ എന്തായാലും ഗുഡ് നൈറ്റ് ഇടാ, നീ കിടങ്ങിയായിരുന്നല്ലേ, നീ കിടന്നു, ഈ സന്തോഷ വാർത്ത നിന്നെ അറിയിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ വിളിച്ചതെന്നും പറഞ്ഞു. അപ്പോൾ ശരി ഗൗരി എന്നും പറഞ്ഞു ഫോൺ നന്ദോട്ടൻ അങ്ങ് കട്ട് ചെയ്തു. ഗൗരിയും കട്ട് ചെയ്തു. ഇത് കഴിഞ്ഞപ്പോൾ ലക്ഷ്മിയോട് നമ്മുടെ നന്ദോട്ടൻ പറയാതെ, എനിക്ക് സിസ്റ്ററായിട്ട് ഗൗരിയെ കിട്ടി അച്ഛമ്മേ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇങ്ങനെ മുക്കോ മൂളോ ഒക്കെ ചെയ്യുവാണ് നമ്മുടെ ലക്ഷ്മി. മോൻ ഉറക്കം വരുന്നില്ലേ, മോൻ കിടന്നു എന്നും പറഞ്ഞുകൊണ്ട് ലക്ഷ്മി എന്നിട്ട് കുഞ്ഞിനെ മടിയിലേക്ക് ചായച്ച് കിടത്തി ഓർക്കും. എന്നിട്ട് അവിടെ ഇരുന്ന് ഇങ്ങനെ ഭയങ്കരമായിട്ട് സന്തോഷിക്കുക മനസ്സുകൊണ്ട്. എങ്കിലും ഉള്ളിൻ്റെ ഉള്ളിൽ എവിടെയോ ഒരു ദുഃഖമുണ്ട്. എൻ്റെ മകന് സ്വന്തം മകളാണെന്ന് പറഞ്ഞ് സ്നേഹിക്കാനുള്ളൊരു അവകാശം ഉണ്ടായിട്ട് പോലും സാധിക്കുന്നില്ലല്ലോ എന്നുള്ളൊരു വേദനയും ലക്ഷ്മിയുടെ ഉള്ളിലുണ്ട്. പിന്നെ എൻ്റെ കുഞ്ഞ് വരുമ്പോൾ ഇനി അത് ചെയ്യണം, ഇത് ചെയ്യണം, അങ്ങനെ ചെയ്യണം, ഇങ്ങനെ ചെയ്യണം എന്നൊക്കെ ലക്ഷ്മി ഇരുന്ന് ഇങ്ങനെ ആലോചിച്ച് കൂട്ടുക. ഒരു നെടുവേർപ്പാക്കിയിട്ട് ലക്ഷ്മി അവിടെ ഇരിക്കുന്നു. ഈ സമയത്ത് നന്ദുവിനെ വിളിച്ചിട്ട് ഫോണുമായിട്ട് ഗൗരി അവരുടെ അടുത്തേക്ക് ചെന്നു. ഗൗരി അവരുടെ അടുത്തേക്ക് ചെന്ന് കഴിഞ്ഞപ്പോൾ പപ്പാന്ന് പറഞ്ഞ് ഓടി ചെന്ന് ഇങ്ങനെ കെട്ടിപ്പിടിച്ചു. ഞാൻ നന്ദോട്ടനോട് കാര്യങ്ങളൊക്കെ പറഞ്ഞു പപ്പ, നന്ദോട്ടന് ഒരുപാട് സന്തോഷമായി എന്നൊക്കെ കൊച്ചിങ്ങനെ ഇവരോട് പറയാം. അത് കഴിഞ്ഞപ്പോൾ ഇനിയിപ്പോൾ ഇത്രയും നേരമായില്ലേ, നിങ്ങൾ ചെല്ലാൻ നോക്ക് എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ ഗൗരിക്കുട്ടി ഞങ്ങളുടെ കൂടെ വരുന്നുണ്ടോ എന്ന് നമ്മുടെ ഗൗതം ചോദിക്കുമ്പോൾ ഇല്ല, ഞാൻ വരുന്നില്ല, ഞാൻ വന്നാലേ എൻ്റെ അമ്മ തനിച്ചല്ലേ ഉള്ളൂ, ഇനി പപ്പയ്ക്ക് എന്നെ കാണണമെന്ന് തോന്നുമ്പോൾ പപ്പ ഇങ്ങോട്ട് പോരെ, അല്ലാത്തപ്പോൾ ഞാൻ ഇന്ത്യവരത്തിലേക്ക് വരാമെന്നൊക്കെ കൊച്ചും ഇങ്ങനെ ഗൗതത്തിനോട് പറയും കേട്ടോ. ഈ സമയത്ത് പിങ്കി ആണെങ്കിലും മരവിച്ച മനസ്സുമായിട്ട് ഇങ്ങനെ അവിടെ നിൽക്കുക. പിങ്കിയെ മൈൻഡ് പോലും ചെയ്യുന്നില്ല ഗൗതം. അങ്ങനെ നമ്മുടെ പിങ്കി വിഷമിച്ചിങ്ങനെ നിൽക്കുന്നു. എന്നിട്ട് പിന്നെ ഗൗതത്തിനോടും പിങ്കിയോടും രാത്രി ഒരുപാട് നേരമായി ഞങ്ങൾക്ക് ഉറങ്ങണം എന്ന് പറയാതെ പൊക്കോളാൻ പറഞ്ഞു നമ്മുടെ നന്ദ. സമയത്ത് പിങ്കിയും ഗൗതവും കൂടി ഇങ്ങനെ പോകുമ്പോൾ കുഞ്ഞിനെ എടുത്ത് പപ്പയുടെ പൊന്നുമോക്ക് 100 ഉമ്മയൊക്കെ ആണെന്നൊക്കെ പറഞ്ഞ് ഉമ്മയൊക്കെ കൊടുത്ത് ഇങ്ങനെ പോവുക കേട്ടോ. അങ്ങനെ അവരവിടെ നിന്ന് പോയി. പിങ്കി ബാ എന്ന് പറഞ്ഞ് പിങ്കിയെ വിളിക്കുന്നപ്പോൾ പിങ്കി ഇങ്ങനെ തിരിഞ്ഞ് നന്ദയെ നോക്കി. നന്ദ അന്നേരം കണ്ണടച്ച് ചെല്ലെന്നും പറഞ്ഞുകൊണ്ട് പിങ്കിയെ കാണിച്ചു. ഇത് കഴിഞ്ഞിട്ട് ഇവരങ്ങ് പോയി. അങ്ങനെ ഇവരങ്ങ് പോയപ്പോഴും പിങ്കിയുടെ മനസ്സ് വേറെ എവിടെയാണ്. പിങ്കി ചുമ്മാ കാലെടുത്ത് ഇങ്ങനെ നടന്നു പോകുന്നുണ്ടെന്ന് മാത്രമേ ഉള്ളൂ. ഉള്ളിൽ പഞ്ഞി വെച്ചാൽ കത്തും, അതുപോലത്തെ ഒരു ടെൻഷനാണ് പിങ്കിക്ക്. അങ്ങനെ അവർ രണ്ടുപേരും കൂടെ പോയി കഴിഞ്ഞപ്പോഴേക്കും ഇത്രയും കാര്യമുള്ളൂ, അതിന് അമ്മ ഇങ്ങനെയൊക്കെ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇങ്ങനെ ആ ഒരു ഇതിൽ നമ്മളെ ഗൗരിക്കുട്ടി ഇങ്ങനെ പറയുന്നു. അത് കഴിഞ്ഞിട്ട് പിന്നെ ഗൗരിയോട് മോൾക്ക് സന്തോഷമായില്ലേ, മോള് പോയി കിടന്ന് ഉറങ്ങാൻ പറഞ്ഞു. ഇനി നമ്മൾ ഈ നാട്ടിൽ തന്നെയാണോ അമ്മ താമസിക്കാൻ പോകുന്നതെന്ന് ചോദിക്കുമ്പോൾ ഏതായാലും ഗൗരിയുടെ പപ്പയ്ക്ക് ഞാനൊരു വാക്ക് കൊടുത്തില്ലേ, ഇനിയിപ്പോൾ എനിക്ക് അതിനപ്പുറം ഒന്നും ചെയ്യാൻ പറ്റത്തില്ലല്ലോ എന്നും പറഞ്ഞു. അത് കഴിഞ്ഞിട്ട് പിന്നെ കൊച്ചിനോട് പോയി കിടന്നോളാൻ പറഞ്ഞു. നന്ദ ഇങ്ങനെ നേരം ഇങ്ങനെ ആലോചിച്ച് വിഷമിച്ച് ഇങ്ങനെ ഇരിക്കുക. കാരണം ആ നാട്ടിൽ നന്ദ താമസിക്കുന്നിടത്തോളം വരാൻ പോകുന്ന ഭവിഷ്യത്തുകൾ എന്തൊക്കെയാണെന്ന് ബാക്കിയുള്ളവരെക്കാളും ഒക്കെ നല്ല വ്യക്തമായി അറിയാവുന്ന ഒരാളാണ് നന്ദ. അതുകൊണ്ട് തന്നെ നന്ദയ്ക്ക് ഉള്ളിൻ്റെ ഉള്ളിൽ ഭയങ്കരമായിട്ടുള്ള പേടിയും വെപ്രാളവും കാര്യങ്ങളൊക്കെ ഉണ്ട്. അങ്ങനെ നന്ദ ഈ ഒരു തീരുമാനം എടുത്ത് ഇങ്ങനെ ഇരിക്കുന്ന സമയത്താണ് നളിനിയുടെ ഫോൺ വരുന്നത്. അപ്പോൾ ഇത്രയും അവിടുന്ന് പോരുവാണെന്ന് പറഞ്ഞിട്ട് അങ്ങ് എത്തിക്കണ്ടില്ലല്ലോ. അപ്പോൾ അതിൻ്റെ ഒരു പേടി കൊണ്ട് നളിനി വിളിച്ചതാണ്. അപ്പോൾ നളിനി വിളിച്ചിട്ട് ചോദിച്ചു, മേഡം നന്ദ ഇത് എവിടെയാണ്, ഇതെന്താ വരാത്തതെന്നൊക്കെ ചോദിച്ചു. അപ്പോൾ ഞാൻ ഇവിടുന്ന് പോന്നിട്ടില്ല നളിനി എന്ന് പറയുമ്പോൾ പോന്നിട്ടില്ലേ, അപ്പോൾ അവിടുന്ന് പോന്നു എന്നും പറഞ്ഞായിരുന്നല്ലോ അന്ന് വിളിച്ചിരുന്നത്, നിങ്ങളെ കാണാതെ ഞാൻ ആകെ ടെൻഷൻ അടിച്ചിങ്ങനെ നിൽക്കുമായിരുന്നു എന്ന് പറയുമ്പോൾ ഇനി എനിക്ക് ഇവിടെ നിന്ന് വരാൻ പറ്റുമെന്ന് തോന്നുന്നില്ല എന്ന് നളിനിയോട് നന്ദ പറയാം. വരാൻ പറ്റുന്നില്ലെന്നോ, എന്തൊക്കെയാണ് നന്ദ മേഡം ഈ പറയുന്നതെന്ന് ചോദിച്ചു. അതെ, ഇനിയിപ്പോൾ അപ്പോൾ ജോലിയും കാര്യങ്ങളൊക്കെയോ,
അതിൻ്റെ കാര്യത്തിൽ എന്തെങ്കിലും ഒരു തീരുമാനം എടുക്കണമെന്നും നന്ദ ഇങ്ങനെ പറയുന്നുണ്ട്. അപ്പം നന്ദ ഇത് പറയുന്നത് കേട്ട് കഴിഞ്ഞപ്പോൾ എന്താ കാര്യമൊന്നും നളിനിക്ക് അറിയണമല്ലോ. അപ്പം നളിനിയോടത് പറയാനുള്ളൊരു മര്യാദയും നന്ദ കാണിക്കണമല്ലോ. നന്ദ ആ മര്യാദ കാണിച്ചു. ഇപ്പോൾ നളിനിയോട് കാര്യങ്ങൾ പറയുക. അപ്പോൾ ആ കൊച്ചിൻ്റെ ട്രീറ്റ്മെൻറ്റിൻ്റെ കാര്യങ്ങളുമൊക്കെ ചോദിച്ചു തന്തൂട്ടൻ്റെ. അതൊക്കെ പൂർണ്ണമായും ഭേദമായെന്നും കുട്ടിക്ക് നല്ല രീതിയിൽ എല്ലാം ഇമ്പ്രൂവ് ആയെന്നൊക്കെയുള്ള കാര്യങ്ങൾ പറഞ്ഞു. പിന്നെ നടന്ന കാര്യങ്ങളെല്ലാം നളിനിയോട് പറഞ്ഞു. അത് കഴിഞ്ഞിട്ട് പിന്നെ ഗൗരിക്കുട്ടി ചെയ്ത കാര്യങ്ങളും ഇതെല്ലാം പറഞ്ഞു. അത് കഴിഞ്ഞിട്ട് ഞാൻ ഇത്രയും കാലമായിട്ടും നളിനിയോട് മറച്ചു വെച്ചൊരു സത്യമുണ്ട് എന്ന് പറഞ്ഞു. അപ്പോൾ എന്താണെന്ന് ചോദിച്ചപ്പോൾ ഞാൻ ട്രീറ്റ്മെൻറ്റിന് വേണ്ടി കൊണ്ടുവന്ന നന്ദൂട്ടൻ എന്ന് പറഞ്ഞ കുട്ടിയില്ലേ, ആ കുട്ടിയുടെ പപ്പ ഗൗതം മഹേഷ്, അദ്ദേഹമാണ് ഗൗരിയുടെയും അച്ഛൻ. അത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേക്കും നളിനി ഞെട്ടിപ്പോയി. നന്ദമ്മയുടെ എന്തൊക്കെയാണ് പറയണേന്ന് ചോദിച്ചു. അപ്പോഴത്തേക്കും പിന്നെ നന്ദയ്ക്ക് വിവരങ്ങളെല്ലാം പുള്ളിക്കാരോട് പറയേണ്ടി വന്നു. എല്ലാ വിവരങ്ങളും നളിനിയോട് വള്ളി പുള്ളി തെറ്റാതെ വിശദമായി തന്നെ നമ്മുടെ നന്ദ പറയാം. അപ്പോൾ അതെല്ലാം കേട്ട് കഴിഞ്ഞപ്പോൾ നളിനി ആകെ അന്തം വിട്ടിങ്ങനെ നിൽക്കുക കേട്ടോ. ഒരിക്കലും സ്വപ്നത്തിൽ പോലും വിചാരിക്കാത്ത ഒരു കാര്യമാണല്ലോ ഒരു സത്യമായി നളിനിയുടെ മുന്നിലേക്ക് വന്നിരിക്കുന്നത്. അപ്പോൾ നളിനിയാണെങ്കിൽ ഇത് കേട്ടപ്പോൾ എന്ത് പറയണമെന്നോ എന്ത് ചെയ്യണമെന്നോ അറിയാതെ ഇങ്ങനെ സ്തംഭിച്ച് നിൽക്കുന്നത് പോലെ ആയിപ്പോയി. പക്ഷെ എന്നാലും നളിനി പറഞ്ഞു, അങ്ങനെ ഗൗരിക്കുഞ്ഞിനെ ഒരിക്കലും അതിൻ്റെ അച്ഛൻ്റെ അരികിൽ നിന്നും അകറ്റരുത്. ഒരച്ഛൻ്റെ സ്നേഹം അതൊരുപാട് ആഗ്രഹിക്കുന്ന ഒരാളാണ് ഗൗരി. അതുകൊണ്ട് തന്നെ ഗൗരിയെ അവിടെ തന്നെ നിർത്തുന്നതായിരിക്കും നല്ലത് തുടങ്ങിയ കാര്യങ്ങളൊക്കെ നളിനി ഇങ്ങനെ പറയാം. അത് കഴിഞ്ഞിട്ട് പിന്നെ നളിനിയുടെ കാര്യങ്ങളെ പറ്റിയൊക്കെ ഇങ്ങനെ നമ്മുടെ നന്ദ പറയുമ്പോൾ അതൊക്കെ നമുക്ക് സാവകാശം ശരിയാക്കാവുന്നതല്ലേ ഉള്ളൂ എന്ന് പറഞ്ഞു. ഇനിയിപ്പോൾ ജോലിയുടെ കാര്യങ്ങളൊക്കെ റെഡിയാക്കുകയാണല്ലോ പ്രധാനമെന്നൊക്കെ പറഞ്ഞ് ഇവർ തമ്മിൽ സംസാരിക്കാം. അങ്ങനെ സംസാരവും കാര്യങ്ങളും ഇതെല്ലാം കഴിഞ്ഞിട്ടും ഫോൺ അങ്ങ് കട്ട് ചെയ്തിട്ടും നന്ദയുടെ ഉള്ളിലൊരു അങ്കലാപ്പ് മാറുന്നില്ല. എന്താണ് ഇനി മുന്നോട്ട് വരാൻ പോകുന്ന ഭവിഷ്യത്ത് എന്നുള്ള ആ ഒരു വെപ്രാളവും ടെൻഷനും നിരാശയൊക്കെ കൊണ്ട് ഇങ്ങനെ ആകെ വീർപ്പ് മുട്ടി ശ്വാസം മുട്ടി നമ്മുടെ നന്ദ അവിടെ നിൽക്കുക കേട്ടോ. ഈ സമയത്ത് ഗൗതവും അതുപോലെ തന്നെ പിങ്കിയും കൂടെ വീട്ടിലേക്ക് ചെന്ന് കയറി. പിങ്കിയാണെങ്കിൽ ഭയങ്കര സങ്കടം, നന്ദൂട്ടനാണെങ്കിൽ ലക്ഷ്മിയുടെ കൂടെ മുറിയിൽ, ഈ ഗൗതമാണെങ്കിൽ ആ കൊച്ചിനെ ഒന്നും മൈൻഡ് പോലും ചെയ്യുന്നില്ല. അങ്ങനെ ഒരു കൊച്ചവിടെ ഉണ്ടെന്നുള്ള രീതിയിൽ പോലും ഇങ്ങനെ കാണിക്കുന്നില്ല ഈ ഗൗതം. ആ സമയത്ത് പിങ്കി പറഞ്ഞു, ഗൗതം നന്ദൂട്ടൻ്റെ അടുത്ത് പോകുന്നില്ലേന്ന് ചോദിച്ചു. അവനെ ഒന്ന് പോയി കണ്ടൂടെ എന്നൊക്കെ ഇങ്ങനെ പിങ്കി ചോദിക്കും. അപ്പോൾ പിങ്കി ചോദിച്ചിട്ടാണ് ഗൗതം നന്ദൂട്ടൻ്റെ അടുത്ത് പോകുന്നത്. ഇപ്പോൾ മകളെന്നുള്ള ഒരൊറ്റ വിചാരം മാത്രമേ ഉള്ളൂ. എന്നിട്ട് പിന്നെ ചെന്നപ്പോൾ നന്ദൂട്ടൻ ഉറക്കമായിരുന്നു. ലക്ഷ്മി തൊട്ടരികിൽ ഇരിപ്പുണ്ട്. അപ്പോൾ നന്ദൂട്ടൻ ഉറങ്ങിയോ അമ്മയെന്ന് ചോദിച്ചു. ഗൗരി വിളിച്ച് സംസാരിച്ചതിന് ശേഷം ഒരുപാട് സന്തോഷമായെന്ന് പറഞ്ഞ് കിടന്ന് ഉറങ്ങിയതാണെന്ന കാര്യമൊക്കെ ഇങ്ങനെ ലക്ഷ്മി പറയുക. പിന്നെ അവിടെ നടന്ന കാര്യങ്ങളൊക്കെ ലക്ഷ്മി ഇങ്ങനെ ഗൗതത്തിനോട് ചോദിക്കുവാണ്. ആ സമയത്ത് ഗൗതം ഒന്നും തന്നെ വിട്ടു പറഞ്ഞില്ല. പിങ്കി അടുത്ത് നിൽക്കുമല്ലേ. അപ്പോൾ പിങ്കിയോട് ചോദിച്ച കാര്യങ്ങൾ അറിയാം, പക്ഷേ ലക്ഷ്മിക്ക് അതിനുള്ള ധൈര്യമില്ല പിങ്കിയോട് ചോദിക്കാൻ. അങ്ങനെ ആ ഒരു സംസാരവും കാര്യങ്ങളും ഒക്കെ ആയിട്ട് അവരുടെ അടുത്ത് ഇതെല്ലാം കഴിഞ്ഞു. ഇതൊക്കെ കഴിഞ്ഞതിന് ശേഷം പിന്നെ കാണിക്കുന്നതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതേ നമ്മുടെ പവിത്ര ഈ കള്ളക്കളി എങ്ങനെയെങ്കിലും പൊളിക്കണം. ഈ കള്ളക്കളി പൊളിക്കാൻ വേണ്ടിയിട്ട് കനകമ്മയോട് തന്നെ ഒരു ഇത് ചോദിക്കുക, എന്താ ചെയ്യേണ്ടതെന്ന്. അന്നേരം കനകമ്മ പറഞ്ഞു, ഒരു കാര്യം ചെയ്യുക, ഈ കുഞ്ഞ് അബോഷണായി പോയെന്നുള്ള രീതിയിൽ കഥ ഉണ്ടാക്കിയെടുക്കണം, വരുത്തി തീർക്കണം. അതിന് വേണ്ടിയിട്ടൊരു കാര്യം ചെയ്യാൻ പറഞ്ഞു. എന്ത് കാര്യമാണ് ചെയ്യേണ്ടതെന്ന് ചോദിച്ചു. അപ്പോൾ നിങ്ങൾ എന്നെ ഇത്രയും വലിയ കുരുക്കിൽ കൊണ്ടാക്കിയിട്ട് നിങ്ങൾ തലയൂരാൻ നോക്കരുതെന്നൊക്കെ പറയും. ആദ്യമൊക്കെ ഈ കനകമ്മ ഒഴിഞ്ഞു മാറിയപ്പോഴേ. ആ സമയത്താണെങ്കിൽ ഈ കനകമ്മ എന്നിട്ട് പവിത്രയ്ക്ക് പറഞ്ഞു കൊടുക്കുകയാണ് എവിടെ വീഴുന്നതായിട്ടൊക്കെ കാണിക്കാൻ. അപ്പോൾ വീണ് കഴിയുമ്പോൾ എന്തെങ്കിലുമൊക്കെ സംഭവിക്കുമല്ലോ. അങ്ങനെ വീണ് കഴിയുമ്പോൾ സ്വാഭാവികമായിട്ടും അബോർഷനും കാര്യങ്ങളൊക്കെ സംഭവിക്കും. അപ്പോൾ അങ്ങനെ ഇത് പോയതാണെന്നങ്ങ് വരുത്തി തീർക്കാം എന്ന് പറഞ്ഞു. അപ്പോൾ പറഞ്ഞതുപോലെ തന്നെ കനകമ്മ പറഞ്ഞതുപോലെ തന്നെ പവിത്ര സ്റ്റൂൾ ഇട്ടിട്ട് എന്തോ ഒരു സാധനം എടുക്കാനാണെന്നുള്ള രീതിയിൽ അലമാരയുടെ മുകളിൽ കയറി. അവിടുന്ന് ദേ കിടക്കുന്നു അലച്ചം കെട്ടി താഴെ. അയ്യോ എന്നും പറഞ്ഞൊരു കരച്ചിലപ്പോഴത്തേക്കും കനകമ്മ ഏറ്റു എന്ന് പറഞ്ഞുകൊണ്ട് കൈ അടിച്ചു ഭയങ്കര ചിരി. ഒരു കരഞ്ഞോളാൻ പറഞ്ഞു. തള്ളേ എനിക്ക് ശരിക്കും വേദനിച്ചു കേട്ടോ എന്ന് പവിത്ര പറയുമ്പോൾ കാര്യം നടക്കണമെങ്കിൽ ഇച്ചിരിയൊക്കെ വേദനിക്കണം. കിടന്ന് കരഞ്ഞോളാൻ പറഞ്ഞു. അപ്പോഴത്തേക്കും പവിത്ര കരയാൻ തുടങ്ങി. വേഗം തന്നെ കനകമ്മ അയ്യോ ദേ പവിത്രക്കുഞ്ഞ് വീണേന്ന് പറഞ്ഞ് വെച്ചു. മോഹിനിയും അരുണൊക്കെ ഓടിക്കതച്ചു വന്നപ്പോൾ പവിത്ര നിലത്ത് കിടക്കുക. പവിത്ര ഭയങ്കര വേദന അനുഭവിച്ച് ഭയങ്കര കരച്ചിലാണ്. അപ്പോഴേക്കും പെട്ടെന്ന് തന്നെ ആശുപത്രി കൊണ്ടുപോകണമെന്ന് പറഞ്ഞു. അരുണാണെങ്കിലും വലിയ മൈൻഡും കാര്യങ്ങളൊന്നും ചെയ്തില്ല. ആശുപത്രി പോകണമെന്ന് പറഞ്ഞുകൊണ്ട് മോഹിനി തന്നെ നിർബന്ധം പിടിക്കുക. അങ്ങനെ തൂക്കിയെടുത്തുകൊണ്ട് ആശുപത്രി പോവുകയാണ്. പവിത്രയ്ക്ക് അന്നേരം വലിയ കാര്യമായിട്ടൊന്നുമില്ല. പവിത്ര കൂളായിട്ട് തന്നെയാണ് പോണത്. പക്ഷേ വേദന ഉണ്ടെന്ന് പറഞ്ഞുകൊണ്ട് ഇവരുടെ മുന്നിൽ അഭിനയിച്ച് തകർത്തുകൊണ്ട് ഇരിക്കുക. അങ്ങനെ ഹോസ്പിറ്റലിൽ ചെന്ന് ഡോക്ടറെ കാണാനായിട്ട് കയറാൻ തുടങ്ങുന്ന സമയത്ത് നമ്മുടെ മോഹിനിയും അരുണും ഒരുമിച്ച് കയറുമെന്ന് പറഞ്ഞു. ഈ സമയത്താണ് പവിത്രയ്ക്ക് ടെൻഷൻ കൂടി. പവിത്ര ഭയങ്കരമായിട്ട് വെപ്രാളം കൂട്ടുക. അപ്പോഴേക്കും കനകമ്മയെ വിളിച്ചു. ഞങ്ങൾ ആശുപത്രി കയറാൻ തുടങ്ങുവാണെന്നും പറഞ്ഞു. കയറി കണ്ടോ എന്നിട്ട് എന്തായെന്ന് ചോദിച്ചു. തള്ളേ കയറി കാണുമ്പോൾ അവരെൻ്റെ കൂടെ വരുവാണെന്നാണ് പറഞ്ഞത്.
എന്താവും, എന്തെങ്കിലും ഒരു വഴി എനിക്ക് പറഞ്ഞതാ, അല്ലെങ്കിൽ നിങ്ങൾ ഞാൻ ശരിയാക്കുമെന്ന് പറയുമ്പം ഞാനിപ്പോൾ ഇവിടെ നിന്ന് എന്ത് വഴി പറഞ്ഞു തരാനാ? ഇനിയെല്ലാം പവിത്ര കുഞ്ഞിൻ്റെ കയ്യിലാണ്, എന്താന്ന് വെച്ചാൽ ചെയ്തോളാൻ പറഞ്ഞു. എനിക്ക് അവരുടെ മുന്നിൽ സത്യം പറയേണ്ടതായിട്ട് വരും. സത്യം പറഞ്ഞാൽ കാര്യങ്ങളെല്ലാം തീരുവേ, ഞാൻ പറഞ്ഞില്ലെന്ന് വേണ്ടേ എന്നും പറഞ്ഞ് കനകമ്മ ഇങ്ങനെ പേടിപ്പിച്ചുകൊണ്ടിരിക്കുക പവിത്രയ്ക്കാണെന്നുണ്ടെങ്കിൽ അവരുടെ കൂടെ അല്ലാണ്ട് ഡോക്ടറെ കാണാൻ കയറാനും പറ്റത്തില്ല. അവർ കയറുമെന്നുള്ള ആ ഒരു ഒറ്റവാശിയിൽ നിൽക്കുന്നത് പോലെ അവർ അരുണിനെ നിർബന്ധിച്ച് പിടിച്ചു വലിച്ച് മോഹിനി കൊണ്ടുപോകാനും നോക്കുന്നു. അങ്ങനെ പവിത്ര ആകെ വെപ്രാളം കയറി ആകെ ഇതായിട്ട് ഇങ്ങനെ നിൽക്കുക. ഈ സമയത്താണെങ്കിൽ പവിത്രയ്ക്ക് കനകമ്മയും ഒരു വഴി പറഞ്ഞു കൊടുത്തില്ല. ലാസ്റ്റ് സത്യങ്ങൾ അങ്ങ് പറഞ്ഞേക്കാൻ അങ്ങ് പറഞ്ഞു. എന്നിട്ട് കനകമ്മയ്ക്ക് അവിടുന്ന് ജീവനും കൊണ്ട് രക്ഷപ്പെടാൻ വേണ്ടിയിട്ട് അങ്ങനെ പവിത്രയുടെ ഭാഗത്ത് ഇനി ഒരു ഇതുമില്ല പിടിച്ചു നിൽക്കാനായിട്ട്. ഒരു പിടിച്ചു നിൽപ്പും ഇല്ലാണ്ടായി കഴിഞ്ഞപ്പോൾ പവിത്ര ഇങ്ങനെ വിഷമിച്ചിങ്ങനെ ഇരിക്കുക. അപ്പോഴേക്കും ഡോക്ടറെ കാണാൻ പോകാൻ സമയമായെന്ന് പറഞ്ഞുകൊണ്ട് അവർ അങ്ങോട്ടേക്ക് വന്നു കഴിഞ്ഞപ്പോഴത്തേക്കും ഡോക്ടറെ ഒന്നും കാണണ്ടെന്ന് പവിത്ര പറയാം. ഡോക്ടറെ ഒന്നും കാണണ്ടെന്നോ? അതെന്താ നീ അങ്ങനെ പറഞ്ഞത്? ഡോക്ടറെ കണ്ടാലല്ലേ നിനക്ക് എന്തെങ്കിലും കുഴപ്പമുണ്ടോയെന്ന് അറിയാൻ പറ്റുമെന്ന് ചോദിച്ചപ്പം എനിക്കൊരു കുഴപ്പവും ഇല്ല എന്ന് പറഞ്ഞു. അതിന് അപ്പോൾ പിന്നെ നീ വീണതോ, കുഞ്ഞിന് എന്തെങ്കിലും ആപത്ത് പറ്റിയിട്ടുണ്ടെന്ന് എങ്ങനെ അറിയാമെന്ന് പറയുമ്പോൾ അതിന് കുഞ്ഞുണ്ടെങ്കിലല്ലേ ആപത്ത് പറ്റുള്ളൂ എന്നിങ്ങനെ പവിത്ര ചോദിക്കുക. നീ എന്താടി പറഞ്ഞത്? കുഞ്ഞുണ്ടെങ്കിലല്ലേ എന്നോ? നീ എന്തൊക്കെ ഈ പറയുന്നതെന്ന് ചോദിച്ചപ്പോൾ അരുൺ, പവിത്രേ നീ ഇതൊക്കെയാണ് പറയുന്നതെന്ന് അരുണും ചോദിച്ചു. ആ സമയത്ത് നിന്റെ വയറ്റിൽ കുഞ്ഞില്ലേ എന്ന് ചോദിക്കുക. അപ്പോൾ നീ ഗർഭിണിയാണെന്നും പറഞ്ഞ് അവിടെ കിടന്ന് നീ ഇത്രയും ദിവസം കിടന്ന് കാട്ടിക്കൂട്ടിയതൊക്കെ എന്താടി എന്നൊക്കെ ചോദിച്ചുകൊണ്ട് മോഹിനി ദേഷ്യപ്പെട്ട് പവിത്രയോട് ചോദിക്കുമ്പോൾ പവിത്ര അറ്റ കൈക്ക് പറഞ്ഞു, ഞാൻ അതൊക്കെ ചുമ്മാ പറഞ്ഞതാണെന്ന്. കാരണം പറയാതിരിക്കാൻ പവിത്രയ്ക്ക് നിവൃത്തിയില്ല. ഇനിയിപ്പോൾ പവിത്രയ്ക്ക് ഇത് ഒരുപാട് നാൾ മുന്നോട്ട് കൊണ്ടുപോകാനും പറ്റത്തില്ല. മറ്റേത് കേസ് ഒളിപ്പിച്ചു വെച്ചാലും ഈ ഒരു കേസ് മാത്രം ഒളിപ്പിച്ചു വെക്കാൻ പറ്റത്തില്ലല്ലോ. അതുകൊണ്ട് തന്നെ പവിത്രയ്ക്ക് ഇത് ഒളിപ്പിച്ചു വെക്കാൻ കഴിയാത്തത് കൊണ്ട് പവിത്ര അതങ്ങ് പറഞ്ഞു, ഞാൻ ഗർഭിണിയാണെന്ന് ചുമ്മാ പറഞ്ഞതാണെന്ന്. അപ്പോൾ അരുണും മോഹിനിയൊക്കെ അന്തം വിട്ടിങ്ങനെ പവിത്രയെ നോക്കുക. ഇത്രയും ദിവസം ഇവരെ എല്ലാവരെയും പറ്റിച്ച് ഇതുപോലത്തെ പരിപാടി ഒപ്പിച്ച് നടന്ന ഇവളെ സമ്മതിച്ചു കൊടുക്കണം എന്നുള്ളൊരിതിൽ നീ എന്തൊക്കെ തോന്നിവാസമാടി പറയുന്നതെന്ന് മോഹിനി ചോദിക്കുമ്പോൾ ഞാൻ പറഞ്ഞത് സത്യമാണെന്നും കനകമ്മയാണ് തനിക്ക് ഇതുപോലെ ഒരു ബുദ്ധി ഉപദേശിച്ച് തന്നതെന്നും താൻ ഗർഭിണിയല്ല എന്ന കാര്യങ്ങളൊക്കെ ഇങ്ങനെ പവിത്ര എല്ലാം 1 by 1 ആയിട്ട് അങ്ങ് പറഞ്ഞങ്ങ് കൊടുത്തു. ഇത് കേട്ടപ്പോഴാണ് അരുണിനൊന്ന് സമാധാനമായത്. അപ്പോൾ താൻ ഇത്രയും ദിവസം ഭാര്യയുടെ പിന്നാലെ അവിഹിതം കണ്ടുപിടിക്കാൻ നടന്നതൊക്കെ വെറുതെ ആയല്ലോ എന്നുള്ളൊരിതിൽ അങ്ങനെ നമ്മുടെ അരുണാണ് ചമ്മി വിളറി ഇങ്ങനെ നിൽക്കുന്നു. പവിത്രയെ കൊല്ലാനുള്ള കലിയോടുകൂടി മോഹിനി അവിടെ നിൽക്കുക. പവിത്രയുടെ വയറ്റിൽ കുഞ്ഞുണ്ടെന്നുള്ള ഒരു ധാരണ കൊണ്ടാണല്ലോ എല്ലാവരെയും വെറുപ്പിച്ച് എല്ലാവരുടെയും സ്വത്തുക്കൾ അടിച്ചു മാറ്റണം. ഇനിയിപ്പോൾ നന്ദോട്ടനെ ഗൗരീനെ ഒന്നും കുടുംബത്തെ അംഗീകരിക്കരുത്, ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ആശാത്തി പറഞ്ഞു വെച്ചതും ഇവെല്ലാം കൂടെ വളയം പിടിക്കാനായിട്ട് ശ്രമിച്ചു. പക്ഷെ ഇതൊന്നും നടന്നില്ലല്ലോ. അങ്ങനെ നമ്മുടെ മോഹിനി ഇതൊക്കെ കേട്ട് തല കറങ്ങി ഇങ്ങനെ അവിടെ നിൽക്കുക. എന്ന് പവിത്രയ്ക്ക് സുഖ വഴിയാണ്. പവിത്രയെ ഒന്നെങ്കിൽ തള്ളിക്കൊല്ലും, ഇല്ലെങ്കിൽ വീട്ടിൽ കയറ്റും. ഇതിൽ രണ്ടിലൊന്നിൽ ഏതെങ്കിലും സംഭവിക്കും. ഈ പവിത്രയ്ക്ക് എന്തെങ്കിലും ഒരു പരിഗണന കിട്ടണമെന്നുണ്ടെങ്കിൽ അരുൺ ആ കഥ പറയണം. കാരണം അരുണിന് കുഞ്ഞുങ്ങളുണ്ടാവില്ല എന്നുള്ളൊരു വാസ്തവം അത് അരുൺ പറയുമോ എന്നുള്ളതൊക്കെ ഒരു വലിയ വിഷയമാണ്. മാത്രമല്ല പിങ്കി ആണെങ്കിൽ ജീവിതം നഷ്ടപ്പെട്ട് എന്തോ പോയി എണ്ണാനെ പോലെ ഇങ്ങനെ നോക്കി ഇങ്ങനെ ഇരിക്കുന്നു. അതുപോലെയൊക്കെയുള്ള വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ കാണിച്ചുകൊണ്ടാണ് ഇന്നത്തെ നമ്മുടെ കഥ വരാനിരിക്കുന്നത്. അപ്പോൾ എല്ലാവരും കാത്തിരുന്ന് കാണണം കേട്ടോ. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുകയാണ്. എല്ലാവരുടെയും സപ്പോർട്ടിനും സ്നേഹത്തിനും ഒത്തിരി നന്ദി ഹൃദയത്തിൻ്റെ ഭാഷയിൽ അറിയിക്കുന്നു. അടുത്ത സൂപ്പർ ഹിറ്റ് കഥയുമായി കാണുന്നത് വരെ എല്ലാവർക്കും നന്ദി. ടേക്ക് കെയർ, ബൈ ബൈ, ടാറ്റാ.